ദൈവത്തിന്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാനും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുവാനും നല്ല നാഥൻ നമുക്ക് നൽകിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് നാഥന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിന്റെ വചനം സൗത്ത് കേരള സെക്ഷന്റെ മിഷൻ 7 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ഒപ്പം നിങ്ങൾ അനേകർക്ക് അത് ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒരു വലിയ വിജയമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഒപ്പം ഇന്നത്തെ ചിന്താവിഷയത്തിൽ നിങ്ങളേവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മുടെ മഹാപുരോഹിതനും രാജാവും. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും അറിയാം അല്ലേ? വെളിപാട് പുസ്തകം 1 അധ്യായം 13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശബ്ദം ആരുടേതാണെന്നതിൽ ഈ വാക്യം ഒരു സംശയവും നമുക്ക് ശേഷിപ്പിക്കുന്നില്ല അല്ലെ? കാരണം ദാനിയേൽ തന്നെ കണ്ടതായ ഒരു സ്വപ്നമുണ്ട്, ദർശനമുണ്ട്. ദാനിയേൽ 7 അധ്യായം 13 വാക്യം, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായി ഒരുത്തനും ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോ വെളിപാടുകാരനായ യോഹന്നാൻ കണ്ടതായ ദർശനം, അതിനു മുന്നേ ദാനിയേൽ കണ്ടതായ സ്വപ്നവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ഒരാളെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ആരെയാണ്? നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു, മഹാരാജാവുമായ നമ്മുടെ രക്ഷകനായ യേശുവിനെയാണ് കാണുന്ന ആ ദർശനം. അപ്പോ പഴയ നിയമ പ്രവാചകൻ പറയുന്ന ആരാമ്യ ഭാഷയുടെ കൃത്യമായ പരിഭാഷയാണ് മനുഷ്യപുത്രനോട്. ആരാമ്യ ഭാഷയുടെ പരിഭാഷയാണ് എന്താണ്? മനുഷ്യപുത്രനോട് സദൃശനായവൻ. അപ്പോ എന്നുള്ള യോഹന്നാന്റെ ചിത്രീകരണം, ഈ പദപ്രയോഗം വെളിപാട് പുസ്തകം 14:14 വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. വ്യക്തമായും ഇത് യേശുക്രിസ്തുവിന്റെ ശബ്ദമാണ്, യേശുക്രിസ്തുവാണ് എന്ന് ശക്തമായി അടിവരയിട്ട് വേദപുസ്തകം പറയുകയാണ്. യോഹന്നാൻ എന്താ കാണുന്നത്? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, അവന്റെ 2 കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതും, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതും, അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തുള്ള വാളുകൾ പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന മഹാശബ്ദം. യേശുക്രിസ്തുവാകുന്ന രാജാവിനെ കാണുവാൻ യോഹന്നാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെയാണ് പഴയ നിയമകാലത്ത് പ്രവാചകനായ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ, പ്രത്യേക ദാനിയേലിലൂടെ ആ ഒരു ദർശനം കാണുവാനിടയായി. അപ്പൊ നമ്മൾ നോക്കുക, അന്ന് ദാനിയേൽ കണ്ടതായ അതേ ശക്തമായ ദർശനം വെളിപാട് പുസ്തകത്തിലൂടെ ശക്തമായി വെളിപ്പെടുകയാണ്. സ്തോത്രം. അപ്പൊ വിശുദ്ധ മന്ദിരത്തിൽ നിത്യവും യഹോവയുടെ സന്നിധിയിൽ പൊൻനില വിളക്കുകളുടെ മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കുന്ന വേലയിൽ മഹാപുരോഹിതൻ സന്നിഹിതനാണ്. മാത്രമല്ല, ആ മഹാപുരോഹിതൻ ഏർപ്പെടുന്നതിന്റെ ചിത്രം ക്രിസ്തുവിനെ കുറിച്ചുള്ള യോഹന്നാന്റെ വിശദീകരണം ശക്തമായി ഓർമ്മയിൽ കൊണ്ടുവരുന്നു. മഹാപുരോഹിതനായ ക്രിസ്തു സ്വർഗീയ കൂടാരത്തിൽ നിലവിളക്കുകളെ തെളിയിക്കുന്ന, എണ്ണ പകർന്നു കൊടുക്കുന്ന ഒരു മഹാപുരോഹിതനായി നിലനിൽക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ്. കാരണം ലേവ്യ പുസ്തകം 24 അധ്യായം 4 വാക്യം, ആദിമ കാലഘട്ടങ്ങളില് എവിടെയാണ്? സമാഗമന കൂടാരത്തിൽ മഹാപുരോഹിതൻ അതേ വേല പോലെ നമ്മുടെ അരുമ കർത്താവായ യേശുക്രിസ്തുവും എന്ത് ചെയ്യുന്നു? ഒരു മഹാപുരോഹിതനായും രാജാവുമായിട്ട് എവിടെ നിൽക്കും? സ്വർഗീയ കൂടാരത്തിൽ 7 പൊൻനില വിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ്. സ്തോത്രം. അപ്പൊ ശ്രദ്ധേയമായ ക്രിസ്തു 7 നിലവിളക്കുകളുടെ മധ്യേ യേശു നിൽക്കുകയാണ്. അപ്പോ നിൽക്കുന്നത് സഭകൾക്ക് അവരുടെ വെളിച്ചം ലഭിക്കുന്നത് യേശുവിൽ നിന്നാണ്. നമ്മളെന്നെ ആരാധിക്കുന്ന, നാം ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആലയങ്ങൾ, ദൈവാലയങ്ങളെല്ലാം ക്രിസ്തുവിന്റെ പ്രകാശമായി തീരണം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന് നമ്മുടെ സഭയിൽ മുഖ്യ സ്ഥാനം നൽകുമ്പോൾ യോഹന്നാൻ കണ്ടതായ, ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ കണ്ടതായ ആ വലിയ ദർശനം യേശുവിലൂടെ നമ്മുടെ സഭയ്ക്ക് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആ യേശുവിന്റെ പ്രകാശം
നമ്മുടെ സഭയിൽ പ്രകാശപൂരിതമായി തീരും. സഭ വളരും, അനുഗ്രഹമായി തീരും. അതിന് വെളിപാട് പുസ്തകങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പ്രവചനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഈ രാവിലെ കാലം പ്രേക്ഷകരായ നിങ്ങളെയും നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, മനോഹരമായി നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കണ്ടതായ, ഞങ്ങളുടെ കേട്ടതായ ദൈവവചനം ഞങ്ങളുടെ മഹാപുരോഹിതനും രാജാവുമായ യേശുക്രിസ്തുവിനെ ദാനിയേൽ കണ്ടതായ ആ വലിയ ദർശനം കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് യേശുവിനെ കാണുവാൻ യോഹന്നാൻ ഇടയാക്കിയ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ സഭയിൽ വെളിച്ചം വിതറുന്നത് യേശുവിലൂടെയാണ്. ഞങ്ങളുടെ സഭയിലൂടെ പരിശുദ്ധാത്മ ഒഴുകുന്നത് യേശുവിലൂടെയാണ്. അപ്രകാരമായിരിക്കാൻ ഞങ്ങളുടെ സഭകളെ, വിശ്വാസികളെ, കുടുംബത്തെ എല്ലാവരെയും അപ്രകാരം അനുഗ്രഹിക്കുവാൻ ഇടയാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.